എന്റെ ഹൈദരാലി ഇത്രയൊക്കെ എന്നെ പറ്റി പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ഒരാളെ ചീത്ത പറയാമോ സിനിമയിലാണെങ്കിൽ പോലും? പറ്റില്ല കേട്ടോ. പാടില്ലല്ലോ. എന്നെ പറഞ്ഞ ചീത്ത കണക്കിൽ ഈ സിനിമ നിർത്തിപ്പോയാൽ മതി എന്ന് നമുക്ക് തോന്നില്ല സമയത്ത്. അമ്മാരി കോട്ടൂരി പോടോ വെറുതെ നിൽക്കണത്. ഇങ്ങനെയൊക്കെ ഒരു വക്കീലോട് ഞാനുമല്ലേ ആ കേസുമായിട്ട് കോടതി മൊത്തം എത്ര നാള് നടത്തി. പക്ഷെ എത്ര നാള് നടത്തിയാലും എത്ര കേസ് നടത്തിയാലും അച്ഛനടക്കമുള്ള ആൾക്കാർ എൻ്റെ വളരെ അടുത്ത ആൾക്കാരായിരുന്നു. ആ പാവപ്പെട്ട എന്നെ ഈ ചീത്ത പറയാൻ നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അല്ല ശരിക്കും ഒരു സ്റ്റേജിൽ മനസ്സിലായി നമ്മൾ ഈ വീട്ടമ്മ, സാധാരണ ഒരു വീട്ടമ്മയുടെ വിചാരം ഇങ്ങനെ ഒരു ചെറിയൊരു കേസാണ്, ഇങ്ങനെ വീട്ടിൽ നിത്യോപയോഗ ഒരു സാധനം ഒന്നും കാണാതെ പോയി, അത് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ നടത്തേണ്ട കാര്യമില്ലല്ലോ എന്നാ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇത് ആ ഒരു ക്യാരക്ടറിനെ ചീത്ത പറയുമ്പോഴൊക്കെ പിന്നെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ടീച്ചറെ നിങ്ങളൊന്നും മനസ്സിലാക്കണം, ഇതിനേക്കാൾ മുൻപ് വന്ന പല കേസുകൾ ഈ ക്യൂസസിൽ കിടക്കുക, ആ കേസ് ബാധിച്ചിട്ട് വലിയ വലിയ കേസുകൾ, കൊലപാതക കേസ് നടത്തുമ്പോൾ പിന്നെ ഇതിനായിരിക്കും മുൻഗണന കൊടുക്കുന്നത്. അത് പറഞ്ഞിട്ടല്ലേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊന്നും ഇവരുടെ തലയിൽ കയറത്തില്ല. ഇവർ ഇങ്ങനെ വിചാരിച്ചാൽ നടക്കും, ഇങ്ങനെ നടത്തുന്നില്ല, അതാ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഓരോ സീനും കഴിയും തോറും ഇവർ മനസ്സിലാക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല.